കേരളത്തിലെ ഏറ്റവും വായനക്കാരുള്ള ഏറ്റവും വലിയ പത്രത്തിലൊരു വാർത്ത കണ്ടിട്ട് അതിൻ്റെ ഓൺലൈനിലൊരു വാർത്ത കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അതായത് നമ്മുടെ നവ്യ നായർ ഒരു സാധാരണ സ്ത്രീകളിടുന്ന ഒരു ഉടുപ്പ് ഇട്ടിട്ട് എന്തോ ഒരു ഫോട്ടോ ഇട്ടിരിക്കുകയാണ്. ഞാൻ ആ ഫോട്ടോ ഇവിടെ വന്നതാണെന്ന് ഞാൻ കണ്ടില്ല, പക്ഷേ ആ ഫോട്ടോ വെച്ചിട്ട് വാർത്ത കൊടുത്തിരിക്കുകയാണ്. ഈ ഓൺലൈൻ ഏറ്റവും വലിയ പത്രത്തിൻ്റെ ഓൺലൈനാണ്. അവരെഴുതിയിരിക്കുകയാണ്, ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചില്ല, ഇത് കൊച്ചു കേരളമാണ്, ഞങ്ങളുടെ ബാലാമണി ഇങ്ങനല്ല, പിന്നെ എന്താണ് നവ്യ നായരുടെ വസ്ത്രത്തിനെതിരെ വിമർശനം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചൊരു പോസിറ്റീവായ കാര്യം പോലെ അവർ വളരെ സാധാരണമായ ഈ പറയുന്ന പത്രത്തിന്റെ ഈ വാർത്തകളുടെ എല്ലാം എന്താണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് മാധ്യമപ്രവർത്തനം നടത്തുന്ന പത്രമാണല്ലോ. ആ പത്രത്തിന്റെ ഈ ഓൺലൈൻ ചാനലിലെ ഇത്തരം വാർത്തകളുടെ എല്ലാം തലക്കെട്ടിൽ ഇത് വിമർശനം എന്നാണ്. വിമർശനം അതാണ് ഞാൻ പറഞ്ഞത്. വിമർശനം എന്ന് വെച്ചാൽ അധിക്ഷേപങ്ങളെല്ലാം വിമർശനം. ഇത് കൊച്ചു കേരളം എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ ആളുകൾ ഇട്ട് നടക്കുന്ന സാധാരണമായ ഒരു വസ്ത്രം അവരിട്ടിരിക്കുന്നത്. സാധാരണ വസ്ത്രം നമ്മുടെ ഓഫീസിലും ഈ പത്രത്തിൻ്റെ ഓഫീസിലും ഇതുപോലെയുള്ള വസ്ത്രങ്ങളിട്ട് സ്ത്രീകൾ നടക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ലാത്തൊരു വസ്ത്രം. അതിൻ്റെ താഴെ ഇതുപോലെ മനോരോഗികളായിട്ടുള്ള ആളുകൾ എഴുതി വെച്ചിരിക്കുന്ന കമൻറ്റിനെ അപ്പ് ചെയ്തിട്ട് വാർത്ത കൊടുക്കുക. അതിനെ എതിർത്തുകൊണ്ട് പോലുമല്ല. അതായത് നമ്മൾ പണ്ടൊക്കെ ട്രെയിനിൻ്റെ കക്കൂസിൻ്റെ ചുമരുകളിൽ ആളുകൾ എഴുതി വെക്കും. ആ എഴുതി വെക്കുന്നത് പത്രം വാർത്തയാക്കാറുണ്ടോ? അത് ഒഴിവാക്കി കളയല്ലേ ചെയ്യുക. അപ്പോൾ ഇവർക്ക് ഈ മനോരോഗികളായിട്ടുള്ള കമൻ്റ് എഴുത്തുകാർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന വലിയ സംവിധാനങ്ങൾ രംഗത്ത് വരികയാണ്. വലിയ സംവിധാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അത് ഇതിൽ പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ പ്രശ്നത്തിൽ ഈ നവ്യ നായരുടെ വളരെ സാധാരണമായ ഒരു വസ്ത്രമായിട്ട് അവരൊരു ഫോട്ടോ ഇട്ടപ്പോൾ ആ ഫോട്ടോയെ ഇങ്ങനെ ഒരു ദുർനോട്ടത്തിലൂടെ വലിയ ഡിസ്പ്ലേസ് ചെയ്തിട്ട് കൊടുത്ത ഒരേ ഒരു പത്രമേ ഉള്ളൂ. ഞാൻ എല്ലാ പത്രത്തിൻ്റെ ഓൺലൈൻ നോക്കി, അവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. എന്ന് മാത്രമല്ല, ഈ പത്രത്തിൻ്റെ താഴെ, ഈ വാർത്തയുടെ താഴെ കമൻറ്റ് ബോക്സിൽ മുഴുവൻ ആളുകൾ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്, ഈ വസ്ത്രത്തിന് എന്താ കുഴപ്പം എന്താണ് അവർ ചോദിക്കുന്നത്, ഈ വസ്ത്രത്തിന് എന്താ കുഴപ്പം? ഈ പത്രം നടത്തുന്ന വനിതാ മാസികയുണ്ട്. ആ മാസികക്കകത്ത് വളരെ മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ, നമ്മുടെ കേരളത്തിലെ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ഈ നാട്ടിലുണ്ടാകുന്ന പുതിയ പുതിയ ഫാഷൻ ഡ്രസ്സുകളും ആദ്യം പരിചയിച്ച മാധ്യമങ്ങളിലൊന്ന് അവരുടെ വനിതാ മാസികയാണ്. എന്നിട്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഒരാൾ, ഈ കമൻ്റ് എഴുത്തുകാരൻ്റെ മനോനിലയുള്ള ഒരാൾ ഈ വാർത്ത എഴുതി വിടുകയാണ്. അപ്പോൾ അവർക്ക് അപ്പം ഇതിനൊരു പ്രശ്നം, ഞാൻ പറഞ്ഞത് ഈ ദിവ്യ സയ്യരുടെ ഫോട്ടോയ്ക്ക് താഴെ ഇടുന്ന കമൻ്റ് എഴുതുന്ന ആളുകളാണെങ്കിലും ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരിക്കുന്ന അപകടത്തിന് താഴെ എഴുതുന്ന കമൻ്റ് എഴുതുന്ന ആളുകൾക്കാണെങ്കിലും എവിടെ നിന്നും ഒരു പ്രോത്സാഹനം കൂടെ കിട്ടുന്നുണ്ട്. അത് പരസ്പരം അവർ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് പോകുന്നത്. അതിന് ഇമാതിരിയുള്ള ഉത്തരവാദിത്തമുള്ള താജ്യഗ്രാഹ്യ വിവേചന ശേഷി എന്നൊരു സംഗതി, ഗ്രഹിക്കാനുള്ള വിവേചന ശേഷിയുള്ള ആളുകൾ വേണം ഇത്തരം വാർത്തകൾ കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും.